അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, 2025 എന്ന് തെറ്റാതെ എഴുതാൻ പഠിച്ചപ്പോഴേക്ക് 2026 പിറക്കുകയാണ്. 2026 പിറക്കുമ്പോൾ ചില ആളുകൾ ന്യൂ ഇയർ ആഘോഷവും അതിൻ്റെ ആഘോഷത്തുരയുടെ പിന്നാലെയുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ടത് ഒരു വർഷം എൻ്റെ ആയുസ്സിൽ നിന്ന് തീർന്നിരിക്കുന്നു എന്നതാണ്. ആ ഒരു വർഷത്തിൽ എനിക്കെന്ത് ചെയ്യാൻ സാധിച്ചു? ഞാൻ ഇന്നു മരിച്ചാൽ നാളെ ഖബറിൽ എനിക്കെന്താണ് ഉപകാരമായി ഉണ്ടാകുന്നത് എന്ന തിരിച്ചറിവാണ് നമ്മൾ ഉണ്ടാക്കി തീർക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയതും നമ്മോട് ചോദിച്ചതും യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ പറഞ്ഞതിന് ശേഷം വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി നീ എന്തുണ്ടാക്കി എന്ന ഒരു തിരിച്ചറിവുണ്ടാകണം. അത് നമ്മോട് സ്വന്തത്തോട് വിലയിരുത്തണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മാ മിൻ യൗമിൻ യൻഷഖു ഫജ്റുഹു ഇല്ലാ വയുനാദി, ഓരോ പ്രഭാതവും നമ്മളോട് വിളിച്ചു പറയാതിരുന്നിട്ടില്ല. യബ്ന ആദം സന്തതിയെ, അന ഖൽഖുൻ ജദീദ്, ഞാൻ ഇന്നൊരു പുതിയ ദിവസമാണ്. വഅല അമലിക ഷഹീദ്, ഞാൻ താങ്കളുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാണ്. ഫതസവ്വദ് മിന്നീ, നീ എന്നെ ഉപയോഗപ്പെടുത്തണം, എൻ്റെ സമയത്തെ കൃത്യമായി ക്രിയാത്മകമായി അതിനെ ഉപയോഗപ്പെടുത്തണം, യൂട്ടിലൈസ് ചെയ്യണം. ഫഇന്നീ ഇദാ മദൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഇത് ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഖിയാമത്തു നാൾ വരെയും ഈ സമയം തിരിച്ചു വരില്ലട്ടോ എന്ന് പറഞ്ഞ് മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി മഹത്തായ വചനം നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതായത് 2025 തീരുമ്പോഴേക്ക് 2026 പ്രവേശിക്കുമ്പോഴേക്ക് ഇനി ഒരിക്കലും 2025 എന്ന വർഷം നമ്മുടെ ആയുസ്സിലേക്ക് കടന്നു വരികയില്ല. നമ്മുടെ മരണത്തിലേക്ക് ഒരു വർഷം കൂടി നമ്മൾ അടുത്തിരിക്കുന്നു എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു, അസ്ലിഹു ദുനിയാക്കും, നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിനെ നന്നാക്കൂ. നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാം, നല്ല പാർപ്പിടമുണ്ടാക്കാം, നല്ല സ്റ്റാറ്റസോടുകൂടി ജീവിക്കാം. എന്നാൽ ഈ ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാൻ പാടില്ല. അതുകൊണ്ട് വഅമലൂ ലി ആഖിറത്തിക്കും, നിങ്ങൾ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കണം, നിങ്ങൾ പരലോകത്തിന് വേണ്ടി പണിയെടുക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ശ്രദ്ധിക്കാൻ പറഞ്ഞ 5 കാര്യങ്ങളുണ്ട്. ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശബാബക ഖബ്ല ഹറമിക്, നീ നിന്റെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തണം. രണ്ടാമത്തത് വസിഹ്ഹതക ഖബ്ല സഖമിക്, നീ നിന്റെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തണം. പ്രയാസങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നിന്റെ ആരോഗ്യത്തെ, രോഗം ബാധിക്കുന്നതിന് മുമ്പ് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തണം. വഗിനാഅക ഖബ്ല ഫഖരിക്, നിനക്ക് ദാരിദ്ര്യം വന്ന് പിടികൂടുന്നതിന് മുമ്പ് നീ നിന്റെ ഐശ്വര്യത്തെ നീ ചിലവഴിക്കണം. വഫറാഗക ഖബ്ല ശുഗ്ലിക്, നിനക്ക് തിരക്കുകൾ വരുന്നതിന് മുമ്പ് നിന്റെ ഒഴിവു സമയത്തെ ഉപയോഗപ്പെടുത്തണം എന്നാണ്. വഹയാതക ഖബ്ല മൗതിക്, നിന്റെ മരണം നിന്നെ പിടികൂടുന്നതിന് മുമ്പ് നിന്റെ ഈ ദുനിയാവിലെ ജീവിതം ക്രിയാത്മകമായി പരലോകത്തിനു വേണ്ടി അധ്വാനിക്കണം, ഉപയോഗപ്പെടുത്തണം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. വിചാരണയുണ്ടാകുമെന്ന് പ്രവാചകൻ പറഞ്ഞു. മരണാനന്തരം കൃത്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ മുന്നോട്ട് കടക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അതിലൊന്നാമത്തത് അൻ ഉംരിഹി, അവൻ്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. ഫീമ അഫ്ന, എങ്ങനെയാണ് അവൻ ചിലവഴിച്ചത്, എങ്ങനെയാണ് അതിനെ ഉപയോഗപ്പെടുത്തിയത്. വ അൻ ഇൽമിഹി ഫീമ ഫഅല, അവൻ്റെ അറിവിനെക്കുറിച്ച് അള്ളാഹു ചോദിക്കും. ആ അറിവനുസരിച്ച് അവൻ എന്തു പ്രവർത്തിച്ചു എന്ന് അള്ളാഹു ചോദിക്കും. വ അൻ മാലിഹി, അവൻ്റെ സമ്പത്തിനെക്കുറിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബ വ ഫീമ അൻഫഖ, എവിടെ നിന്നാണത് സമ്പാദിച്ചത്, ഹലാലായ മാർഗത്തിലൂടെയാണോ, അത് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ എങ്ങോട്ടാണത് ചിലവഴിച്ചത്, ഹലാലായ മാർഗത്തിലാണോ ചിലവഴിച്ചത്, നന്മയുടെ വഴിയിലാണോ ചിലവഴിച്ചത്, അള്ളാഹു ചോദിക്കും. വ അൻ ജിസ്മിഹി ഫീമ അബ്ലാഹ്, അവൻ്റെ ശരീരത്തെക്കുറിച്ച്, അവൻ്റെ അവയവങ്ങളെക്കുറിച്ച് അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. എന്താണ് പ്രവർത്തിച്ചത്, എങ്ങനെയാണ് അതിനെ ഉപയോഗപ്പെടുത്തിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഈ ആയുസ്സിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കണമെന്നും മരണത്തിലേക്കാണ് നമ്മുടെ ഈ യാത്രയെന്നും മരണാനന്തരം ശാശ്വതമായ ഒരു ലോകം അതുണ്ട് എന്നും
ആ ലോകത്ത് നന്മയ്ക്കും തിന്മയ്ക്കും തത്തുല്യമായ പ്രതിഫലങ്ങൾ നൽകപ്പെടുമെന്നും ആ പ്രതിഫലം നൽകപ്പെടുന്ന വേളയിൽ സ്വർഗമെന്ന പ്രവിശാലമായ ആ ഒരു സുഖത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കുതകുന്നത് ഈ ദുനിയാവിൽ നമ്മൾ ചെയ്ത നന്മകൾ മാത്രമാണെന്നും അതുകൊണ്ട് ക്രിയാത്മകമായി നമ്മുടെ ആയുസ്സിനെ ഉപയോഗപ്പെടുത്തണമെന്നുമാണ് ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് ഉണ്ടാക്കി വരേണ്ടത്. അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.